ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോസിൽ പ്രോബബിലിറ്റിയുടെ കോയിൻസിൻ്റെയും 52 കാർഡ്സിൻ്റെയും അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഡൈസ് ടോസ് ചെയ്യുന്നതിൻ്റെയും പ്രോബ്ലംസ് ചെയ്തു. നമ്മളിനി ബാഗ്സിൽ കളേഴ്സ് ബോൾസ് ഇടുമ്പം അത് പിക്ക് ചെയ്യുന്ന പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബാഗ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 8 വൈറ്റ് ബോൾസ്. One ball is drawn at random. What is the probability that the ball drawn is white? നമുക്കൊരു ബാഗുണ്ട്. എ ബാഗ് കണ്ടെയ്ൻ 6 ബ്ലാക്ക് ആൻഡ് 8 വൈറ്റ്. അതായത് ഒരു ബാഗിൽ നമുക്ക് ചെയ്തു തുടങ്ങാം. അതിന് മുന്നേ നമുക്ക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P of E is equal to N of E by N of S ആണ്. അപ്പോൾ നമുക്ക് N of Eയും N of Sഉം അറിയണം. അതിന് മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്ന് വരയ്ക്കാം. എങ്ങനെയാണ്? ഒരു ബാഗിൽ 6 ബ്ലാക്ക് ബോൾസും 8 വൈറ്റ് ബോൾസും ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഈ ബാഗിൽ നിന്ന് 8 വൈറ്റ് ബോൾസ് പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. വൺ ബോൾ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി? അതായത് ഈ ബാഗിൽ നിന്ന് നമ്മളൊരു വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ചാൻസസ്, അതായത് ടോട്ടൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ? ഈ ബാഗിൽ അടങ്ങിയിരിക്കുന്നത്, ഈ ബാഗിലുള്ള എല്ലാ ബോൾസുമാണ്. നമ്പർ ഓഫ് ബോൾസ് ആണ് നമ്മളുടെ N of S എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? 6 + 8 ഈസ് ഈക്വൽ ടു 14. അപ്പോൾ നമ്മുടെ N of S ആണ്. നമ്മൾ N of S കണ്ടുപിടിച്ചു, സാമ്പിൾ സ്പേസ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം 8 വൈറ്റ് ബോൾസ് ഉള്ളത്. അപ്പം അതിൽ നിന്ന് വൺ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? N of E എന്ന് പറയുന്നത്, അതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 8 വൈറ്റ് ബോൾസാണ്. 8 ബോളാണ് അതിലുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ ഇവൻറ്റ്സ് ഒക്കെയോട്. അപ്പം N of E എന്ന് പറയുന്നത് 8/14. That is equal to 4/7. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? അത് കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻസ് 2 yellow, 3 green and 2 blue balls. 2 balls are drawn at random. What is the probability that none of the balls drawn is blue? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ബാഗ്, ആ ബാഗിൽ 2 യെല്ലോ ബോളുണ്ട്, 3 ഗ്രീൻ ബോളുണ്ട് ആൻഡ് 2 ബ്ലൂ ബോളുണ്ട്. ഇതിൽ നിന്നും 2 ബോൾ പിക്ക് ചെയ്തു. 2 ബോൾസ് ആർ ഡ്രോൺ. 2 ബോൾ പിക്ക് ചെയ്തു. അപ്പോൾ ആ ബോളുകൾ ബ്ലൂ ബോൾസ് അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നൺ ഓഫ് ദ ബോൾസ് ഡ്രോൺ ഈസ് ബ്ലൂ. അതായത് അതിൽ നിന്ന് ബ്ലൂ ആവാത്തതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ, നമുക്കൊരു കാര്യം അറിയാം, P of E is equal to N of E by N of S. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സം ഓഫ് ദ ബോൾസ് ദാറ്റ് ഇൻസൈഡ് ദ ബാഗ് ആണ്. അപ്പം N of S സാമ്പിൾ സ്പേസ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈസ് ഈക്വൽ ടു 2 + 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 അല്ലേ? ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കപ്പോൾ ഈ 7 ആണ് സാമ്പിൾ സ്പേസ് എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ 1 ബോളാണെങ്കിൽ 7 ആയിരുന്നേനെ. പക്ഷേ 2 ബോൾസാണ്, നമ്പർ ഓഫ് വെയ്സ് ആണ് നമ്മളിവിടെ ഇടേണ്ടത് അല്ലേ? 2 ബോൾസ് ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാർഡ്സിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു എങ്ങനെയാണ് വെയ്സ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പം സാമ്പിൾ സ്പേസ്, ടോട്ടൽ നമ്പർ ഓഫ് വെയ്സ് ഓഫ് ഡ്രോയിങ് 2 ബോൾസ് ഔട്ട് ഓഫ് 7. ഈ 7 ബോൾസിൽ നിന്ന് 2 ബോൾസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി അതും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഡ്രോയിങ് 2 ബോൾസ് ഫ്രം ദ 7 ബോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 7ൽ നിന്ന് 2 ബോൾസ് എടുക്കാനുള്ള പ്രോബബിലിറ്റി, ചാൻസസ്, വേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 × 6/1 × 2. That is equal to 21.
അപ്പോൾ നമ്മളുടെ എൻ ഓഫ് എസ് സാമ്പിൾ സ്പേസ് എൻ ഓഫ് എസ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഡ്രോയിങ് 2 balls ഔട്ട് ഓഫ് 7C2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവൻറ്റ് എന്ന് പറയുന്നത് ഇവൻറ്റ് ഓഫ് ഡ്രോയിങ് 2 balls നൺ ഓഫ് ദം ഇൻ ദ ബ്ലൂ അല്ലേ? അതായത് ബ്ലൂ അല്ലാതെ എടുക്കാനുള്ള 2 balls ബ്ലൂ അല്ലാതെ എടുക്കാനുള്ള പ്രോബബിലിറ്റി അത് മേ ബി യെല്ലോ ആയിരിക്കാം, ഗ്രീൻ ആയിരിക്കാം. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. എങ്ങനെയാ? നമ്പർ ഓഫ് വേസ് ഡ്രോയിങ് 2 balls ഫ്രം ദ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 2 balls അല്ലാതെ ബ്ലൂ ബോൾ മാത്രം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി ഇവിടെയുള്ള ബോൾസ് ഏതോ യെല്ലോയും ഗ്രീനുമാണ്. അപ്പോൾ എന്താ? 5 balls അല്ലേ? ഈ 5 balls-ൽ നിന്ന് 2 balls പിക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമുക്കിവിടെ എഴുതാം. വേസ് പ്രോബബിലിറ്റി മീൻസ് വേസ് നമുക്ക് എഴുതാം. അപ്പോൾ എന്താ? നമ്പർ ഓഫ് വേസ് ഡ്രോയിങ് 2 balls ഫ്രം ദ ടോട്ടൽ 5. നമുക്ക് എഴുതി നോക്കിയാലോ? ഒന്ന് എഴുതി നോക്കാം അല്ലേ? നമ്പർ ഓഫ് വേസ് ഓഫ് ഡ്രോയിങ് 2 balls from the total 5. That is total 5 balls. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? എങ്ങനെയാ? 7 balls-ൽ നിന്ന് -2 ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്ലൂ ബോൾ. നമ്മൾ ഈ ബാഗിൽ നിന്ന് നമ്മൾ 2 ബ്ലൂ ബോൾസ് അങ്ങ് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ വേസ് നോക്കാം. 5 ബോളിൽ നിന്ന് 2 ബോൾ ഡ്രോ ചെയ്യാനുള്ള ഇത് നോക്കാം, വേസ് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 4 by 1 × 2 that is equal to 10. അപ്പം നമ്മൾക്ക് സാമ്പിൾ സ്പേസും കിട്ടി, ഇവൻറ്റും കിട്ടി. ഇവൻറ്റ് ടോട്ടൽ ദാറ്റ് ഒക്യുപൈഡ് എന്ന് പറയുന്നത് എന്താ? P of E is equal to N of E by N of S that is equal to 7C2. മനസ്സിലാവാൻ വേണ്ടി എങ്ങനെ എഴുതണേ? 5C2 അതിൻ്റെ വേസ് that is equal to sorry 5C2 by 7C2 that is equal to 10 by 21. That's it. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ വേസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അതായത് 2 balls 3 balls ഒക്കെയാണ് പിക്ക് ചെയ്യണമെങ്കിൽ എങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ വേസ് വെച്ചിട്ട് ചെയ്യണം. ഒറ്റ ബോളാണെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ball is picked up randomly from a bag containing 8 yellow balls, 8 yellow, 7 blue and 6 black. നമുക്ക് ബാഗിലോട്ട് ബോൾസ് ഒക്കെ എടുത്തങ്ങ് ഇടാം. 8 yellow, 7 blue and 6 black. black ട്ടോ. What is the probability that it is neither yellow nor black? യെല്ലോയും ഇതിൽ നിന്നും നമ്മൾ ഒരു ബോൾ പിക്ക് ചെയ്തു. അപ്പോൾ ആ ബോൾ എന്ന് പറയുന്നത് യെല്ലോയും ബ്ലാക്കും ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അത്രേ ഉള്ളൂ. P of E is equal to, നമുക്കിവിടെ വേസ് യൂസ് ചെയ്യേണ്ട ഒറ്റ ബോളല്ലേ പിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. P of E is equal to N of E by N of S. അപ്പം N of Eയും N of S നമുക്ക് അറിയണം. N of S എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ആണ്. ഒറ്റ ബോൾ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേസിൻ്റെ ആവശ്യമില്ല. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ബാഗ് എന്ന് പറയുന്നത് 8 + 7 + 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 എന്ന് പറയുന്ന നമ്പർ ഓഫ് എസ് ആണ്. നമ്പർ ഓഫ് എസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്പർ ഓഫ് ഇ എന്ന് പറയുന്നത് എന്താ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കണ്ടുപിടിച്ചു. ഇനി N of E എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് എ ബോൾ ക്യാൻ ബി സെലക്റ്റഡ് വിച്ച് ഈസ് നെയ്തർ യെല്ലോ നോർ ബ്ലാക്ക്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? യെല്ലോയും ബ്ലാക്കും ആവരുത്. നെയ്തർ യെല്ലോ നോർ ബ്ലാക്ക്. അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റൊരു കളറേ ഉള്ളൂ. 7 അല്ലേ ബ്ലൂ ബോൾ. 8 അതായത് ഇതുമല്ല, 6 ബ്ലാക്ക് ബോൾസും അല്ല, 8 യെല്ലോ ബോൾസും അല്ല. കാരണം എന്താ? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് യെല്ലോയും ബ്ലാക്കും അല്ലാത്ത ഒരു ബോൾ പിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? Therefore only 7 balls which are neither yellow nor black. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തന്നെ കിട്ടി. N of E എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? N of E എന്ന് പറയുന്നത് 7 ബ്ലൂ ആണ്. 7
ബ്ലൂ ബോൾസാണ്. കാരണം എന്താ, 8 യെല്ലോയും 6 ബ്ലാക്കും അല്ലാതെ ബാഗിൽ നിന്ന് ഒരു ബോൾ പിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം P(E) ഈസ് ഈക്വൽ ടു 7/21, ദറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബാഗ് കണ്ടെയ്ൻസ് 4 ബ്ലൂ 5 വൈറ്റ് ആൻഡ് 6 ഗ്രീൻ. നമ്മൾ ബാഗ് അങ്ങോട്ട് വരയ്ക്കാം. ബാഗിൽ 5 വൈറ്റ് ഉണ്ട്, 6 ഗ്രീൻ ഉണ്ട് ആൻഡ് 4 ബ്ലൂ ഉണ്ട്. ആദ്യമേ 4 ബ്ലൂ ആയിരുന്നു എഴുതേണ്ടത്. 4 ബ്ലൂ ഉണ്ട്, കാണാമല്ലോ. ഇനി 2 ബോൾസ് ആർ ഡ്രോൺ. ക്വസ്റ്റ്യനിൽ 2 ബോൾസ് ആർ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലോട്ട് വരണം എന്താ, ഇത് വേസ് കണ്ടുപിടിക്കണം. വേസ് വെച്ചിട്ടാണ് നമ്മളുടെ സാമ്പിൾ സ്പേസും ഇവൻസും കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ദ ബോൾസ് ആർ ബ്ലൂ? അപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ബാഗിനകത്ത് 5 ഇത്രയും ബോൾസ് ഉണ്ട്, ആ ബോൾസിൽ 2 ബോൾസ് പിക്ക് ചെയ്യുമ്പോൾ ബോത്ത് ബ്ലൂ, അതായത് ദാറ്റ് ബോത്ത് ദ ബോൾസ് ആർ ബ്ലൂ, അതായത് 2 ബോളും ബ്ലൂ ആവാനുള്ള പ്രോബിലിറ്റി. ഇത്രേ ഉള്ളൂ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ പി ദ ഇവൻ്റ്, അത് നമുക്കറിയാം ഈ ആണ് ഇവൻറ്റ്. P(E) ഈസ് ഈക്വൽ ടു N(E)/N(S). അപ്പം നമുക്ക് സാമ്പിൾ എസ്സും ഇവൻറ്റ് ഇയും കണ്ടുപിടിക്കണം. അപ്പം N(E) എന്ന് പറയുന്നത് N(S) എന്ന് പറയുന്നത് അറിയാം നമുക്ക്, ടോട്ടൽ ബോൾസ് ഇൻ ദ ബാഗ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 5 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ആണ്. ഈ 15ൽ നിന്നും നമ്മൾ 2 ബോൾ എടുക്കുക. അല്ലേ, 2 ബോൾ എടുക്കാനുള്ള വേസ് നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 14/1 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 105. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഇവൻറ്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവൻറ്റ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 2 balls can be drawn from 4 blue balls എന്ന് പറയുന്നത്, അതായത് ബ്ലൂ ബോളിൽ നിന്ന് 2 ബോൾ ഡ്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 4 ബ്ലൂ ബോളിൽ നിന്ന് 2 ബോൾസ് ഡ്രോ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, മനസ്സിലായല്ലോ? 4 × 3/1 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മളുടെ P(E) എന്ന് പറയുന്നത് എന്താ, 4C2/15C2, that is equal to 6/105, that is equal to 2/35. ഓക്കെ, കിട്ടിയല്ലോ? എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. 2 ബോൾസ് ഡ്രോ ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും C2ൻ്റെ കാര്യം ഓർമ്മയിൽ വരണം. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. എ ബാഗ് കണ്ടെയ്ൻ 4 വൈറ്റ് 5 റെഡ് ആൻഡ് 6 ബ്ലൂ ബോൾസ്. 4 വൈറ്റ് 5 റെഡ് ആൻഡ് 6 ബ്ലൂ. 3 ബോൾസ് ആർ ഡ്രോൺ. ഇത്രയും നേരം നമ്മൾ ചെയ്ത 2 ബോൾസിൻ്റെയാണ്. ഇപ്പോൾ 3 ബോൾസ് ഡ്രോ ചെയ്തപ്പോൾ ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ ഓഫ് ദം ആർ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. എന്താ, നമുക്ക് ആദ്യം P(E) ഈസ് ഈക്വൽ ടു N(E)/N(S). Therefore the sample space എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ബാഗ് ഈസ് ഈക്വൽ ടു 4 + 5 + 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ആണ്. N(S) എന്ന് പറയുന്നത് 15 കിട്ടി. ഇനി N(S) എന്ന് പറയുന്നത് 15 അല്ല, 15 ടോട്ടൽ ബോൾസ് ഇൻ ദ ബാഗ് എന്ന് പറയുന്നത് 15 കിട്ടി. ഇനി നമുക്കറിയാം ഈ 15 ബോൾസിൽ നിന്നാണ് നമ്മൾ 3 ബോൾസ് പിക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വേസ് 15 ബോൾസിൽ നിന്ന് 3 ബോൾസ് പിക്ക് ചെയ്തു അല്ലേ? അപ്പോൾ നമ്മളുടെ വേസ് എഴുതി കൂടെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 × 14 × 13/3 × 2 × 1, that is equal to 455. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
events. Let events of getting all the 3 red balls. 3 red balls നിന്ന് എന്താ 3 റെഡ് ബോൾസ് കിട്ടാനുള്ളത്. അപ്പോൾ 5 റെഡ് ബോൾസ് നമുക്ക് ടോട്ടൽ ഉള്ളത്. എൻ ഓഫ് ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 റെഡ് ബോൾസിൽ നിന്ന് 3 ബോൾസ് പിക്ക് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും? 5 × 4 × 3/3 × 2 × 1 that is equal to 10. Therefore P of E എന്ന് പറയുന്നത് N of E by N of S that is equal to 5C3/15C3 that is equal to 10/455 that is equal to 2/91. അപ്പോൾ നമ്മളുടെ P of E എന്ന് പറയുന്നത് P of E is equal to 2/91. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പെട്ടെന്ന് പറയാം. അതായത് നമ്മളുടെ ബാഗിൽ എത്ര ബോൾസ് ഉണ്ട്? 4 വൈറ്റ്, 5 റെഡ് ആൻഡ് 6 ബ്ലൂ ഉണ്ട്. അതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. സാമ്പിൾ സ്പേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസിൽ നിന്ന് 3 ബോൾസ്, നമുക്ക് 3 ബോൾസ് പിക്ക് ചെയ്യണം. അതിൻ്റെ വെയ്സ് 15 നിന്ന് 3 ബോൾസ് പിക്ക് ചെയ്തു. അതെന്ന് പറയുന്നത് 455 ആണ്. ഇനി ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് റെഡ് ബോളാണ്. 3 റെഡ് ബോൾ ആവാനുള്ള പ്രോബിലിറ്റി. അപ്പം ടോട്ടൽ റെഡ് ബോൾ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5ൽ നിന്നും 3 റെഡ് ബോൾ നമ്മൾ പിക്ക് ചെയ്തു, 5C3. Therefore N of E and N of S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2/91 കിട്ടി. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റിയുടെ 4 ക്ലാസിക്കൽ ടൈപ്സ് ഓഫ് 4 പ്രോബ്ലംസ്. ഫസ്റ്റ് ഏതായിരുന്നു? ഡൈസിൻ്റെ പ്രോബ്ലം പഠിച്ചു, കോയിൻസ് പഠിച്ചു, പിന്നെ 52 കാർഡ്സിൻ്റെ ഇപ്പം നമ്മൾ ബാഗിൽ നിന്ന് ബോൾസ് പിക്ക് ചെയ്യുന്ന പ്രോബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസും ചോദിച്ചാലൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനുള്ളത് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കുറച്ച് പ്രോബിലിറ്റിയുടെ വേറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് ചെയ്യാം. അപ്പം ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ദിസ് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.